ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ 14-ാം തീയതി ആട്ടോ. വിഷുവിന് കണിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അതിന് മുന്നേ ക്ലീൻ ചെയ്യണം. റൂമും ഹാളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് നമുക്ക് ഇപ്പോഴല്ല ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ കണിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. സോ നമ്മൾ ഫുള്ള് വാക്യൂം ചെയ്യാനും മോപ്പ് ചെയ്യാനൊക്കെ പോവാം കേട്ടോ. പിന്നെ നാളെ പ്രത്യേകിച്ച് വിഷുവിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ടെമ്പിളിൽ പോകണം, അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടൈം കളയാണ്ട് ക്ലീൻ ചെയ്യും. ക്ലീനിങ് വീഡിയോസ് അല്ല ഞാൻ ടൈം ലാപ്സ് വെച്ചിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കണി ഒരുക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ടൈം ലാപ്സ് വെച്ചിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കണി ഒരുക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് കുളിച്ച് വന്നിട്ട് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ ഞങ്ങളൊന്ന് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയി കൃഷ്ണന് ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ പോയ സ്ഥലത്ത് നോക്കുമ്പോൾ മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് വേറൊരു സ്ഥലത്ത് അതിന് നിയർ ബൈ ആയിട്ട് തന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾക്ക് മുല്ലപ്പൂ കിട്ടിയത് കേട്ടോ. അവിടുന്ന് നന്നു അതിനിടയ്ക്ക് നന്നുവിൻ്റെ പ്രീ സ്കൂളിലെ യൂണിഫോം അലമാരി തുറന്നുമ്പോൾ കണ്ടപ്പോൾ അതൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ടിട്ടായിരുന്നു പിന്നെ നടത്തമൊക്കെ. അതാണ് ആ ബ്ലൂ കളർ യൂണിഫോം ആയിരുന്നു അവൻ്റെ അത് പ്രീ സ്കൂളിലെത്തത്. അതൊക്കെ ഇട്ടിട്ടായിരുന്നു ആശാൻ്റെ പിന്നെയുള്ള നടത്തവും കാര്യങ്ങളൊക്കെ. നന്നുവൊക്കെ ഉറങ്ങി 2 മണി കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ കണി സെറ്റ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്നിട്ട് കണിയൊക്കെ സെറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 2:30-2:45 ആയപ്പോഴാണ് തോന്നുന്നു കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് കണിയൊന്ന് നോക്കി എന്നിട്ട് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ ഒന്നും നല്ല രീതിയിൽ കണ്ടു കേട്ടോ. അതിനിടയിൽ രൺപേട്ടനെ കണി കാണാനും കൂട്ടിക്കൊണ്ടിരുന്നത് നന്നുമോനെ കണി കാണിക്കാൻ എടുത്തുകൊണ്ടിരുന്നൊക്കെ വീഡിയോസ് എടുക്കാൻ നോക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. Yeah. Oh, muna. Kaya? Oh. വരുന്നേ കണ്ണാ പകുതി കാണുന്നു, കുഴപ്പമില്ല. ഓ കഴിച്ചോ അത് ഇവിടുന്ന് കട്ടിൽ ഞെരുങ്ങനയിൽ കൂടെ നടക്കുമ്പോ ആണോ? ഓ വിഷു അല്ലേ ഏട്ടാ? യാ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. പാർക്കിങ്ങിന് കുറേ നിന്ന് ലാസ്റ്റ് അമ്പലം ഇതാട്ടോ റിൻപാൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ അമ്പലത്തിൽ പോയിട്ടുള്ള വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് സനൂപും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ. അത് കഴിഞ്ഞ് വന്ന് സസ്യയിൽ നല്ല വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇക്കായ്സിലാട്ടോ പോയിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
നന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ പോയിട്ട് അവിടുന്ന് ഒരു ലോലിപോപ്പും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അവന് കുറച്ച് സദ്യയൊക്കെ ഞങ്ങൾ ഇലയിലാക്കി ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ അവിടുന്ന് വിളമ്പിയതൊന്നും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹലോ ഗൈസ്, നമ്മുടെ വിഷു സമാപന ചടങ്ങിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് രാവിലെ ഇന്നലെ കണി വെച്ച് 2:45 കിടക്കുമ്പോൾ എന്നിട്ട് ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഞാൻ കുളിച്ച് കണിയൊക്കെ കണ്ട് എന്നിട്ട് ടെമ്പിളിൽ പോയി, ശ്രീകൃഷ്ണ ടെമ്പിളിൽ ദുബായി പോയി വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. നന്നു ഉറങ്ങി, നമ്മൾ രണ്ടാളും ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് മാറ്റി ഫുഡ് കഴിക്കാൻ പോയി, സദ്യ കഴിക്കാൻ പോയി. സദ്യൻ്റെ വീട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടാവേ. എന്നിട്ട് ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇനി എന്താ നന്നു ബാക്കിൽ ഇതാക്കല്ല സൗണ്ട്. സ്വന്തം ഫോട്ടോ സ്റ്റോറി ഇട്ടിട്ട് സ്വന്തം ഫോട്ടോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ച്. എന്നിട്ട് നന്നു കണീൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അവൻ ഉറങ്ങിപ്പോയി. എണീച്ച പാട് നമ്മൾ മാറ്റി നമ്മൾ പോയിന്. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും അവൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് നന്നുവിന് കണീൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാത്തതുകൊണ്ട് നമ്മൾ കണി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ല. സോ നന്നുവിൻ്റെ ഫോട്ടോ ഇപ്പോൾ 2 ഫോട്ടോ എടുത്ത നന്നുവിൻ്റെത്. ഞാൻ കണീൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തിട്ടില്ലല്ലേ പറഞ്ഞ പോലെ. ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി വന്നിട്ട് ഞാൻ അപ്പത്തേക്ക് സാരിയെല്ലാം മാറ്റിന്. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാണ്ടിരുന്നത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഡ്രസ്സിലെടുത്താൽ മതിയായിരുന്നു. പക്ഷെ അതും ഞാൻ മറന്നുപോയി. നീ ഡ്രസ്സിലെടുക്കാം. അങ്ങനെ സദ്യ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ കഴിച്ചത്. നല്ല സദ്യയായിരുന്നു, നല്ല ഫുഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട മധുരമുള്ള കറിയൊക്കെ ഉണ്ടായിരുന്നു. മധുരമുള്ള പച്ചടി, മധുരമുള്ള പൈനാപ്പിൾ കറി അതുണ്ടായിരുന്നു. സോ നല്ല സദ്യയായിരുന്നു. നന്നു പ്രത്യേകിച്ചിട്ടൊന്നും സദ്യയൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ഇവന് ഇലയിൽ വിളമ്പിയത് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വേറെന്താ, അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോയിൽ കുറേ ടൈം ലാപ്സ് വെച്ചിട്ട് എടുക്കും കേട്ടോ. ഇത് അതിനിടയിൽ റെഡിയാകുന്നതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വന്നുകൊണ്ട് കുറേ വീഡിയോസ് അതിൻ്റെ അകത്ത് ഒഴിവായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റാണ്ടായി. കുറേ ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം എടുത്തില്ല. കുറേയല്ല, കുറച്ച് കാര്യങ്ങൾ അങ്ങനെ മീൻസ് നമ്മൾ തന്നെ കുറച്ച് വീഡിയോസ് അമ്പലത്തിൽ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. വേറെന്താ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കൊണ്ടുപോയിട്ട ടീപ്പോയി അതൊക്കെ എടുത്ത് കൊണ്ടേക്കണം, ഈ കണിയൊക്കെ എടുത്ത് വെക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടി. ബാക്കി വന്ന മുല്ലപ്പൂ ഞാനിങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ചു. അപ്പം എന്താ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്. വൈൻഡപ്പിലുണ്ടോ? വൈൻഡപ്പിലില്ല.